LGS PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ഫാം വർക്കർ 91/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? EMS നമ്പൂതിരിപ്പാട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിയിൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? ചെവി. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഇതാണ് ആൻസർ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ എന്താണ്? നിശാന്തതയാണ്. അത് ശരിയാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ ആണോ? അല്ല, സ്കർവിയാണ് അല്ലേ. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? സ്കർവിയാണ്. ബെർബറി ആണെങ്കിൽ എന്താണ്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ്. അപ്പോൾ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? ബെറിബറിയാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. അതും തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉം വരുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? പൊക്കാളി. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? പൊക്കാളി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണത്? ഉത്പാദകർ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? അരുൺ അലോഷ്യസ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ബാർക്ക്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ബാർക്ക്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂൾ. ശരിയാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ജൂളാണ്. താപത്തിൻ്റെ SI യൂണിറ്റാണ് ഫാരൻഹീറ്റ്. അല്ല. താപനിലയുടെ SI യൂണിറ്റാണ് സെൽഷ്യസ്. അതും ശരിയല്ല. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1ഉം 4ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 4ഉം ശരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? പവർ വാട്ടർ, ഊർജം ജൂൾ, പ്രവൃത്തി ജൂൾ, ബലം പാസ്കൽ. ബലത്തിൻ്റെ എന്താ? ന്യൂട്ടൺ അല്ലേ. അപ്പോൾ തെറ്റായ ജോഡി ഏതാണ്? ബലം പാസ്കലാണ്. അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്.
തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്കലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ്. പോളിത്തീൻ, നൈലോൺ, PVC ഇത് മൂന്നും എന്താണ്? തെർമോപ്ലാസ്റ്റിക് ആണ്. ഏതൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക്? പോളിത്തീൻ, നൈലോൺ, PVC. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ്. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകളാണ്. ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. അത് ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. അല്ല, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ? മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ടാണ്. അപ്പോൾ ഓപ്ഷൻ 2ഉം 4ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി, പ്രസ്താവന 2ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. 1ഉം 3ഉം ശരിയാണ്. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം എന്ന് പറയുന്നതാണ് തെറ്റായ പ്രസ്താവന. മലനാടിൻ്റെ പ്രത്യേകത എന്താണ്? ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാടുകൾ. കേരള മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. അത് കറക്റ്റ് ആൻസറാണ്. മത്സ്യഫെഡ് എപ്പോഴാണ് ആരംഭിച്ചത്? 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാ? കരിമീൻ. മത്തിയാണോ? അപ്പം അതും തെറ്റാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജന. പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജന എന്തുമായി ബന്ധപ്പെട്ടാണ്? മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. അതും ശരിയാണ്. അപ്പോൾ യോജിക്കാത്ത പ്രസ്താവനകൾ ഏതാണ്? 2ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല പത്തനംതിട്ട. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത 3. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദേശീയ ജലപാത 3 കേരളത്തിലൂടെ പോകുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള
മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? കെടാവിളക്ക്. സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതെല്ലാമാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഏതൊക്കെയാണ്? 4ഉം ശരിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. 4ഉം ശരിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? സർദാർ പട്ടേൽ, വി.പി. മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലും വി.പി. മേനോനും കൂടിയാണ് ലയന കരാർ തയ്യാറാക്കിയത്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ല്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ല്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു അറബിക്ക. ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന കാപ്പിക്കുരു അറബിക്ക. ISRO സ്ഥാപിതമായ വർഷം 1969. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? 1969. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വേദിയായ നഗരം കോയമ്പത്തൂർ. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് പഞ്ചശീല തത്വങ്ങളിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. 1ഉം 2ഉം 4ഉം പ്രസ്താവനകൾ പഞ്ചശീല തത്വവുമായി ബന്ധമുള്ളതാണ്. 3ാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 3ാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. കാരണം ആദ്യം എന്താ ചെയ്തത്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു 1962. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO നിലവിൽ വന്നു. 3ാമതാണ് എന്ത്? ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ലാസ്റ്റ് ചന്ദ്രയാൻ ദൗത്യം. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഭിലായി സോവിയറ്റ് യൂണിയൻ ശരിയാണ്. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ റഷ്യ. തെറ്റായ ജോഡി ഏതാണ്? ബൊക്കാറോ ഫ്രാൻസാണ് തെറ്റായ ജോഡി. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1951, 56,
ആണ് പദ്ധതിയുടെ കാലയളവ്. അത് കറക്റ്റാണ്, ശരിയായ പ്രസ്താവനയാണ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി, അല്ല, കൃഷിക്കാണ് ഊന്നൽ നൽകിയത്. വ്യവസായ വികസനത്തിന് ഊന്നൽ നൽകിയത് ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്തിനാണ്? കാർഷിക മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി, അതും ശരിയാണ്. ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1, 3, 4 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ. 1, 3, 4 ആണ് കറക്റ്റായ ആൻസർ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുത്തുന്നത് കണ്ടെത്തുക. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? പത്കായ് കുന്നുകൾ, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഹിമാദ്രി മാത്രം എന്താണ്? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്തതാണ്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പത്കായ്, മീസോ, ഗാരോ ഖാസി കുന്നുകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതും ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? താരതമ്യേന വീതി കൂടുതൽ, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? 2ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ എവിടെയാണ്? അറബിക്കടലിലാണോ? അല്ല. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ശരിയല്ല. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. ശരിയാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. അതും ശരിയാണ്. ആൻഡമാൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബർ. ശരിയല്ല. 2ഉം 3ഉം പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2ഉം 3ഉം ശരിയാണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതാണ്? പാരാദ്വീപും ഹാൽദിയാണ്. പാരാദ്വീപ്, ഹാൽദിയ ഇത് രണ്ടുമാണ് കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ജില്ലകളും വെള്ളച്ചാട്ടങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അവയിൽ ശരിയായവ കണ്ടെത്തുക. വാഴച്ചാൽ തൃശ്ശൂർ ശരിയാണ്. തുഷാരഗിരി കോഴിക്കോട്, പാലരുവി കൊല്ലം. ശരിയല്ലാത്തത് ഏതാണ്? ചീയപ്പാറ പത്തനംതിട്ട. ചീയപ്പാറ എവിടെയാണ്? ഇടുക്കി. ഇപ്പോൾ സി ആണ് ശരിയല്ലാത്തത്. സി ആണ് കറക്റ്റ് ആൻസർ. ശരിയല്ലാത്തത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത് പെരിയാർ. അത് കറക്റ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കിയും കല്ലാറും. അതും ശരിയാണ്. പമ്പാ നദിയുടെ പോഷക നദികളാണ് ഇത് കക്കി, കല്ലാർ. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അതും ശരിയാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. കേരളത്തിലെ
ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് എന്ത്? സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളമാണോ? അല്ല, പാമ്പാടും ചോലയാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോലയാണ്. അപ്പോൾ മൂന്നാമത്തെ തെറ്റാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അത് ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് എന്ത്? ഇരവികുളം. ഇപ്പോൾ 1, 2, 4 ആണ് കറക്റ്റായ ആൻസർ. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്ര. DK കാർവേ 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമാണ് ആനന്ദമഠം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമാണെന്ത്? ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഗാന്ധിജി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് ബംഗാൾ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് എവിടെയാണ്? ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജോഡിയിൽ തെറ്റായത് കണ്ടെത്തുക. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി. നിർദ്ദേശക തത്വങ്ങൾ ആരാണ്? മഹാത്മാഗാന്ധി. ശരിയാണ്. മൗലിക അവകാശങ്ങൾ എവിടെയാണ്? ഭരണഘടനയുടെ ഭാഗം 3-ലാണ്. മൗലിക അവകാശങ്ങൾ എവിടെയാണ്? ഭരണഘടനാ ഭാഗം 3-ലാണ്. ആമുഖം ആരാണ് തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു. ആമുഖം ആരാണ് തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ആൻസർ. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ അല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കണ്ടെത്തുക. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയുണ്ടോ? ഇല്ല. അപ്പോൾ തെറ്റായതും എന്താ പറയുന്നത്? സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയില്ല. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്താണ്? ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങളും ഉള്ളതാണ്. സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ആൻസർ പാർലമെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. ഒന്നാമത്തെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. അത് ശരിയാണ്. മൗലിക അവകാശം എന്ത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതും എന്താണ്? മൗലിക അവകാശമാണ്. സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഇത് രണ്ടും എന്തല്ല? മൗലിക അവകാശങ്ങളിൽ പെടുന്നതല്ല. അപ്പോൾ ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? പ്ലാറ്റോ.
നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? പ്ലാറ്റോ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണത്? ചട്ടമ്പി സ്വാമികൾ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഏതാണ് ആ നവോത്ഥാന നായകൻ? ചട്ടമ്പി സ്വാമികൾ. എന്തൊക്കെയാണ്? അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. എന്ത് ചെയ്തു? മിശ്രഭോജനം നടത്തി. അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആണ് ആ നവോത്ഥാന നായകൻ? ചട്ടമ്പി സ്വാമികൾ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ. അയ്യങ്കാളി കല്ലുമാല സമരം. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. ഏതാണ് അപ്പോൾ തെറ്റ്? സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? കൃഷ്ണപിള്ളയല്ല. നാരായണ ഗുരു എന്ത് ചെയ്തു? അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ നടത്തി. അയ്യങ്കാളി കല്ലുമാല സമരം. വൈകുണ്ഠസ്വാമികൾ എന്ത് ചെയ്തു? അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്? 1924 നവംബർ 1. 1924 നവംബർ 1 മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥ നടത്തിയത്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തിയത് എന്നാണ്? 1924 നവംബർ 1. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 18. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 18. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അതാണ് ശരിയായ പ്രസ്താവന. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. അല്ല. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്നു. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? മലമ്പനി. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? മലമ്പനി. ശരിയായിട്ടുള്ള ജോഡി ഏത്? വാക്സിനും രോഗങ്ങളുമാണ് തന്നിരിക്കുന്നത്. ക്ഷയം BCG, ടെറ്റനസ് OPV, ഡിഫ്തീരിയ MMR, പോളിയോ DPT. ഇതിലേതാണ് ശരിയായ ജോഡി? ക്ഷയം BCG. ക്ഷയം BCG ആണ് കറക്റ്റായിട്ടുള്ള ജോഡി. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി മൃതസഞ്ജീവനി. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? വവ്വാൽ. നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേതാണ്? വൈറസ്. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേതാണ്? വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത്? അലോപ്പതി. ആയുഷ്
വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? അലോപ്പതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. താങ്ക് യു.